ഹിറ്റ്ലറെ കുറിച്ച് സിനിമ ചെയ്യാൻ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഹിറ്റ്ലർ നല്ലവനാണോ മോശമാണോ എന്ന് തീരുമാനിക്കേണ്ടത് ആ ചെയ്യുന്ന ആളുടെ മാനസിക വ്യാപാരത്തിനനുസരിച്ചും അയാളുടെ ബോധ്യങ്ങൾക്കനുസരിച്ചുമായിരിക്കും. ഇപ്പം നമ്മൾ ഒരാളെ വെറുപ്പിക്കാതെ ഒരു സിനിമ ചെയ്യണമെന്ന് കഴിക്കാം. രാവിലെ ആ സിനിമയിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന സൂര്യ ഉദിക്കുക, പൂ വിരിയുക, ഇതേ കാണിക്കാൻ പറ്റുള്ളൂ. രാഷ്ട്രീയ ബോധ്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ചില സാധനങ്ങൾ ഞാൻ പറഞ്ഞതാണ്, നമ്മൾക്കുള്ളിലേക്ക് പത്രങ്ങളിലൂടെയും നമ്മുടെ ഒബ്സർവേഷനിലും നമുക്കുള്ളിൽ കിട്ടുന്ന ചില ഇൻഫർമേഷൻസ് ഉണ്ട്. അത് വെച്ചിട്ടായിരിക്കും ഒരു തിരക്കഥാകൃത്ത് രൂപപ്പെട്ടിട്ടുണ്ടാവും. അതിലൊരു സംവിധായകൻ ഐക്യപ്പെടുന്നു ആ തിരക്കഥകൾ. അപ്പൊ അയാൾക്ക് ഉള്ളിലുള്ള ചില കാര്യങ്ങൾ കൂടി അതിനോട് ഐക്യപ്പെടേണ്ടി വരും. അങ്ങനെ രണ്ടുപേരുടെ കൂട്ടായ ഐക്യപ്പെടുന്ന ഭാഗമായിട്ടാണ് ഇപ്പോൾ ടോവിയെ പോലത്തെ ആർട്ടിസ്റ്റ് വരുന്നത്. നമ്മൾ ടീമായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം വർഗീസ് പീറ്റർ എന്നുള്ളൊരു കഥാപാത്രത്തിന്റെ കുട്ടനാട്ടിൽ നിന്ന് വയനാട്ടിലേക്കുള്ള യാത്രയാണ് ആ സിനിമ. ആ സിനിമയ്ക്കകത്ത് ഉള്ള ലേയേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് നിങ്ങൾ എന്റർടൈൻ ചെയ്യുന്ന ലേയേഴ്സ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഡിസ്കഷൻ പോലെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആ പോസിറ്റിവിറ്റിയാണ് ഞാനിപ്പോൾ ഉള്ളിലേക്ക് എടുക്കുന്നത്. പിന്നെ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും സിനിമയാണ്, അത് ആർട്ടാണ്. അപ്പോൾ അത് നമ്മൾ സംവദിക്കേണ്ടതും കലഹിക്കേണ്ടതും യുദ്ധം ചെയ്യേണ്ടതായ ചില വിഷയങ്ങളുണ്ടാവും. ആത്യന്തികമായി കല കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് ഇതിന് 23-ാം തീയതി നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് പൂർണ്ണ വിശ്വാസമുണ്ട്.